Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു തകർപ്പൻ സ്നാക്കുമായിട്ടാണ്. ഇത് ഉണ്ണിയപ്പത്തിനോട് സാമ്യം ഉണ്ടെങ്കിലും ഉണ്ണിയപ്പമല്ല, ടേസ്റ്റ് വൈസും അതുപോലെ തന്നെ ടെക്സ്ചർ വൈസും ഒന്ന് സോഫ്റ്റ് കൂടുതലാണ് ഇതിന്. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഒരു പടി മുന്നിൽ ആണ് ഇതിന്. എന്തായാലും ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്കിന്റെ പേരാണ് റവ പോള. ഉണ്ണിയപ്പത്തിനോട് സാമ്യം ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പൊ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ചുടേണ്ടത്. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ഇത് നെയ്യപ്പം പോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ചുടേണ്ടത് ശരിക്കും. പിന്നെ ഇത് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഉണ്ണിയപ്പത്തിന്റെ അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് റവ സൂജി. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ട് റവയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ മതി. പിന്നെ വേണ്ടത് തേങ്ങ കൊത്ത് അത്യാവശ്യത്തിന്. ഇത് നിർബന്ധം ഉള്ളതല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് കറുത്ത എള്ളാണ്, സെസമി സീഡ്, കറുത്ത എള്ളാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 2 എഗ്ഗ്, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ. പിന്നെ വേണ്ടത് 2 ബ്രെഡ്. ഇനി ബ്രെഡ് ഇല്ലാത്തവർക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ആഡ് ചെയ്താൽ മതി. ബ്രെഡ് ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട, 1 ടേബിൾ സ്പൂണ് മൈദ ആഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ഏകദേശം ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് റവക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചിക്കൂട്ട പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നാട്ടിലാണെങ്കിൽ റോബസ്റ്റ് പഴം മതി, ഒറ്റൊന്ന് മതി, വലുതൊരെണ്ണം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട്. പിന്നെ വേണ്ടത് പൊരിക്കാനുള്ള ഓയിൽ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിലും ചുട്ടെടുക്കാം. വെളിച്ചെണ്ണയിലാവുമ്പോൾ ടേസ്റ്റ് കൂടും. പിന്നെ ഹെൽത്തി നോക്കണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ബെസ്റ്റ്. എന്തായാലും നോക്കാം നമുക്ക് പ്രിപ്പറേഷൻസ് എന്താ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഏകദേശം 1 കപ്പുള്ളൂ, ഇത് 1 കപ്പ് ഫുള്ളില്ല റവ ആഡ് ചെയ്ത്. പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ 1/4 കപ്പ് എന്ന്. അതിലത്തെ ഒരു 1/4 കപ്പിന്റെ പകുതി ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്യേണ്ടത് 2 എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം. അതിനുശേഷം ഒരു 3-4 ഏലക്കായ, അതുപോലെ തന്നെ ബ്രെഡ് ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 1 ടേബിൾ സ്പൂണ് മൈദ ആഡ് ചെയ്താൽ മതിയെന്ന്. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാല്. പിന്നെ വേണ്ടത് ബനാന, ചിക്കൂട്ടപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റോബസ്റ്റ് എടുക്കാം, നല്ല പഴുത്തുള്ള പഴമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി വേണ്ടത് ഇത് ബേക്കിംഗ് സോഡ, സോൾട്ട് ഇപ്പം ആഡ് ചെയ്യണ്ട, അതുപോലെ തന്നെ ഷുഗർ 8 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി ഞാനൊന്ന് ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ട്. നമുക്കിതൊരു മോൾഡിലേക്ക് ആഡ് ചെയ്യാം. കൺസിസ്റ്റൻസി. ഇനി നിങ്ങൾക്ക് ഇത് ലൂസ്, നിങ്ങൾ അരച്ചത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അത്യാവശ്യം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂണോളം റവ ആഡ് ചെയ്ത് കൊടുക്കാം ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ. ഇത് കറക്റ്റാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തേങ്ങ ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങ കൊത്ത് ഞാനൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് വല്ലാണ്ട് സോട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ എള്ള്, കറുത്ത എള്ള് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് സോൾട്ട്.
ഒരു പിഞ്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായി എല്ലാം കൂടെ മിക്സ് ആക്കി. കണ്ടോ, കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. ரொம்ப ലൂസ് ആവാൻ പാടില്ല, അത്യാവശ്യം കട്ടി ഉണ്ടാവണം. ഇനി ചില ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, സൂചി റവ തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് എക്സ്ട്രാ കൊടുക്കാം. കാരണം കൺസിസ്റ്റൻസി ചിലപ്പോൾ ഓക്കെ ആയിരിക്കണം എന്നില്ല. ഓരോ റവക്കും ബ്രാൻഡ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി, കുറച്ച് കട്ടിയോടെ ഉണ്ടാവും. ഓക്കെ, നമുക്കിത് ചുട്ടെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. എല്ലാ കുഴിയിലും ആഡ് ചെയ്യാം. ഇനിയിപ്പം ചുടുന്ന അതേ സ്റ്റൈൽ തന്നെ. ഇനി ഒരു ഓപ്ഷൻ പറയാനുള്ളത്, എണ്ണ എല്ലാത്തിലും ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് RKG അതുപോലെ പശു നെയ്യ് എന്തെങ്കിലും ആഡ് ചെയ്താൽ ആ ഒരു ഉണ്ണിയപ്പത്തിന് ഒരു നല്ല ഫ്ലേവറും കൂടി വരും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മാവ് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി, ഒന്നായിട്ട് ഒഴിച്ചാൽ ആകെ സ്പ്രെഡാവും. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ ഒരു മീഡിയം ഷുഗറേ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാരണം ഇവിടെ അത്ര ഷുഗർ ആർക്കും ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ആവണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 8 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഷുഗറിനെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തത്. ഒരു സൈഡായി വരട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്നാവും, 2 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് കണ്ടില്ലേ ഒരു സൈഡായി. ആയിട്ടുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് എടുത്തിടാം. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ആ ഓയിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം. റവ ആയതുകൊണ്ട് ഓയിൽ അങ്ങനെ പിടിക്കില്ല. സെക്കൻഡ് ബാച്ച് ഇടാം. സെയിം തന്നെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ഓൾറെഡി അത് പൊന്തി വരും. സെക്കൻഡ് ബാച്ചും ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണിത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം അതുപോലെ തന്നെ റവ പോള ഒക്കെ ചുട്ട് എടുക്കാൻ പെട്ടെന്ന് കഴിയും. കാരണം ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ സെക്കൻഡ് ബാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവ് ചെയ്യാം. അപ്പം നമ്മുടെ സോഫ്റ്റ് റവ പോള റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റ് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. പുക പോണുണ്ട്. സോഫ്റ്റാണ്, ഉള്ളിൽ ടെക്സ്ചർ വളരെ ക്രിസ്പി ഉണ്ട്, നല്ല സോഫ്റ്റ് ആണുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
The only thing I like better than talking about food is eating. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ റവ പോള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ നിന്ന്. ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. ആ മിക്സിങ്ങിന്റെ ടൈമേ വേണ്ടുള്ളൂ. ഒരു 2 മിനിറ്റ് മതി ചുട്ടെടുക്കാൻ. ഒരു സൈഡ് മറ്റേ സൈഡാവും ഒരു 2 മിനിറ്റ്. എന്തായാലും ഒരു 10 മിനിറ്റോടുകൂടെ സംഭവം റെഡിയായി. ഗസ്റ്റ് പെട്ടെന്ന് വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Try to serve it like Shani.